ഈ 2024 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള സെക്ഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സൊല്യൂഷൻ ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ട് സൈഡും നമ്മൾ ലോഗരിതം എടുത്താൽ ലോഗരിതം ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എക്സ് പ്ലസ് ടു ആണല്ലോ. രണ്ട് സൈഡും ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ ലോഗ് ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു എന്ന് വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു. ഇനി ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വേരിയബിളിനെ ആക്കുക, അതായത് എക്സിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഡി എക്സും ഒരു സൈഡിൽ നിർത്തുക, വൈയുടെ ഫംഗ്ഷനും ഡി വൈയും മറ്റേ സൈഡിൽ നിർത്തുക. സോ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി വൈ ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു ഇൻറ്റു ഡി എക്സ്. ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു ഇൻറ്റു ഡി എക്സ്. ഇനി രണ്ട് സൈഡ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. On integrating both sides, രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു ഇൻറ്റു ഡി എക്സ്. ഇങ്ങനെ വരുമല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഇൻ്റഗ്രൽ വെറുതെ ഡി വൈ എന്ന് പറഞ്ഞാൽ മീനിങ് ഇൻ്റഗ്രൽ 1 ഡി വൈ ആണ്, അതായത് വൈ വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഫംഗ്ഷൻ എന്താണ്? ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു. ഇപ്പോൾ ലോഗറിതമിക് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷനെ എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ ഓഫ് ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു ഇൻറ്റു 1 എന്നുള്ള ഫോമിൽ എഴുതും. ഇൻറ്റു 1 ഡി എക്സ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് into integral of second. അതിൻ്റെ ഇൻ്റഗ്രൽ ആണ്. So dx. That is log of x plus 2 into integral 1 dx is x minus integral of d by dx of log of x plus 2. Log of x plus 2 ൻ്റെ വാല്യൂ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by x plus 2 വരും. Then integral 1 dx എന്നത് x വരും. So x dx. വീണ്ടും എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു, ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ചേഞ്ച് കൊടുക്കാം. എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് ടു ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എക്സ് പ്ലസ് ടു മൈനസ് ടു. ഓക്കെ, ഇനി ഇവിടെ രണ്ട് ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് ടു ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്, ദെൻ മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്. രണ്ട് ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു മൈനസ് ഇൻ്റഗ്രൽ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്, ദെൻ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ടു ആവും, പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു plus integral of 2 divided by x plus 2 dx. ഇവിടെ x plus 2 ക്യാൻസൽ ചെയ്തിട്ട് integral 1 dx എന്നാവും. integral 1 dx ൻ്റെ വാല്യൂ x. സോ x ഇൻറ്റു ലോഗ് ഓഫ് x plus 2 മൈനസ് integral 1 dx, അതായത് x പ്ലസ്, ഇവിടെ നോക്കിയാൽ ഇതിന് നമുക്ക് 2 by x plus 2 നമുക്ക് നേരെ ലോഗ് ഓഫ് x plus 2 എന്നുള്ള ഫോമിൽ എഴുതാം. 2 into log of x plus 2. Okay, plus c. ഇവിടെ ഈ ടേമിൽ log of x plus 2 ഉണ്ട്, ഈ ടേമിൽ log of x plus 2 ഉണ്ട്. സോ അത് ടേക്ക് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് ഇവിടെ x ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2 ഉണ്ട്. സോ x plus 2 into log of x plus 2 minus x plus c.
ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ. y ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു മൈനസ് എക്സ് പ്ലസ് സി ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓപ്ഷൻ ഏതാണ്? എക്സ് പ്ലസ് ടു ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ദറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ.